നമസ്കാരം. LDF 3.0 സംഭവിക്കാതിരിക്കാൻ വേണ്ടി UDF പഠിച്ച പണി 18 നോക്കുന്നുണ്ട്. പല രീതിയിലുള്ള പല ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ടെങ്കിലും നീർക്കുമുള പോലെ മുഴുവൻ പൊട്ടി തകർന്നു വീഴുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എത്രയോ ആരോപണങ്ങൾ LDF സർക്കാരിനെതിരെ ഉന്നയിച്ചു. പക്ഷേ ഒരു ആരോപണത്തിനും അല്ലെങ്കിൽ ഉന്നയിച്ച ഒരു ആരോപണത്തിലും ഒരു കഴമ്പും ഉണ്ടായിരുന്നില്ല. അൽപായസുകൾ മാത്രമായിരുന്നു ഓരോ ആരോപണത്തിലും നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. അവസാനം ജനങ്ങൾക്ക് മനസ്സിലായി പ്രതിപക്ഷം നുണകൾ മാത്രം പറയുന്ന ആളുകളാണ്, അധികാര കസേരകൾ മാത്രം നോട്ടം ഇട്ടുകൊണ്ട് അധികാരത്തിലെത്താൻ വേണ്ടി ഏതുമൊക്കെ വിളിച്ചു പറയുന്നവരാണ് എന്ന് അവർ മനസ്സിലാക്കി എന്ന് പ്രതിപക്ഷത്തിന് മനസ്സിലായപ്പോൾ പ്രതിപക്ഷവും BJPയും ഒക്കെ തോളോട് തോൾ ചേർന്ന് കേരളത്തിൽ പ്രവർത്തിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ കുറച്ച് നാളുകളായി കോൺഗ്രസ് ആണെങ്കിൽ അല്ലെങ്കിൽ UDF ആണെങ്കിൽ BJPക്കെതിരെ ഒരക്ഷരം മിണ്ടുന്നില്ല. മറിച്ചും അതുപോലെ തന്നെ BJPയും ഒരക്ഷരം കോൺഗ്രസിനെതിരെ സംസാരിക്കുന്നു പോലുമില്ല. ഇവർ രണ്ടുപേരും ഒരേ സ്വരത്തിൽ LDFനെതിരെയാണ് വലിയ രീതിയിലുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. കോൺഗ്രസ് ഒരു സമരം ആരംഭിക്കുന്നു, ആ സമരത്തിൽ BJPയും വന്ന് പങ്കാളികളാകുന്നു. ഇതൊക്കെ പലപ്പോഴും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ തന്നെ നോക്കൂ, സെക്രട്ടേറിയറ്റിന് മുമ്പിൽ ഒരു ആശമാരുടെ സമരം നടക്കുന്നുണ്ട് അല്ലെ. ഈ സമരത്തിന് പിന്നിലെ രാഷ്ട്രീയം എന്താണ്? ഈ സമരത്തിന് പിന്നിലെ രാഷ്ട്രീയം വളരെ വ്യക്തമാണ്. ഇവിടെ ആശാ വർക്കർമാർക്ക് പോലും ജീവിക്കാൻ കഴിയാത്ത സാഹചര്യമാണുള്ളത്. ആശാ വർക്കർമാർക്ക് ആവശ്യമായിട്ടുള്ള ആനുകൂല്യങ്ങൾ പോലും നടപ്പിലാക്കി കൊടുക്കാൻ കഴിയാത്ത ഒരു സർക്കാരാണുള്ളത്. നിങ്ങൾ ഇത് കാണൂ എന്ന ഒരു പ്രതീതി സൃഷ്ടിക്കാൻ വേണ്ടിയാണ് സത്യത്തിൽ ആശാ വർക്കർമാരുടെ സമരം അവിടെ നടത്തുന്നതെന്നല്ല BJPയും കോൺഗ്രസും ഒക്കെ നടത്തിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് പറയാനാണ് എനിക്ക് കൂടുതൽ താല്പര്യം. കാരണം അതിന്റെ വസ്തുത ഈ പോകെ ഞാൻ വളരെ വ്യക്തമായി തന്നെ പറഞ്ഞു തരാം. അതായത് നമുക്കറിയാം, ഫാക്ടുകൾ ഒന്ന് പരിശോധിച്ച് നോക്കിയാൽ ആശാ വർക്കർമാർക്ക് ഏറ്റവും കൂടുതൽ ഹോണറേറിയം കൊടുക്കുന്ന സംസ്ഥാനം അത് കേരളമാണ്. മാത്രവുമല്ല 7000 രൂപ ഹോണറേറിയമായിട്ട് കൊടുക്കുന്നു. കൂടാതെ മറ്റുള്ള തുകകളെല്ലാം കൂട്ടി ഏകദേശം 13,500-ലധികം രൂപ ആശാ വർക്കർമാർക്ക് കേരളം കൊടുക്കുന്നുണ്ട്. ഇതിൽ 9,500 രൂപയും നമ്മുടെ സർക്കാരിന്റെ കയ്യിൽ നിന്ന് തന്നെയാണ് എടുത്ത് കൊടുക്കുന്നത് എന്ന കാര്യം നമ്മൾ മാറ്റിവെക്കരുത്. കർണാടകയിലേക്ക് നോക്കൂ എന്നൊക്കെ പറഞ്ഞ് VD സതീശനും സംഘവും ഒക്കെ നുണ പറയുന്നുണ്ടെങ്കിലും കർണാടക കൊടുക്കുന്നത് വെറും 5000 രൂപയാണ് എന്നുള്ളതാണ് വസ്തുത. മാത്രവുമല്ല ഇവിടെ ഉത്സവബത്ത കൊടുക്കുന്നു, അതുപോലെ തന്നെ പ്രസവ സമയത്ത് അവർക്ക് ലീവ് അനുവദിക്കുന്നു. അങ്ങനെ പല രീതിയിലുള്ള എല്ലാ രീതിയിലും ആശാ വർക്കർമാർക്ക് ഒപ്പം നിൽക്കുന്ന ഒരു സർക്കാരാണ് നിലവിലൂടെ ഉള്ളത്. UPA സർക്കാരിന്റെ കാലത്ത് ഇങ്ങനൊരു സ്കീം വന്നപ്പോൾ പോലും, ഇങ്ങനൊരു കേന്ദ്ര സ്കീം വന്നപ്പോൾ പോലും ആദ്യം പറഞ്ഞു 7ാം ക്ലാസ് വരെയുള്ളവർക്ക് ഈ ആശാ വർക്കർമാരാകാമെന്ന് പറഞ്ഞു. പിന്നീട് അത് പോരാ, 10ാം ക്ലാസ് ആകണം എന്ന് പറഞ്ഞപ്പോൾ പല സംസ്ഥാനങ്ങളിലും ഈ വിദ്യാഭ്യാസം ഇല്ലാത്തത് കൊണ്ട് അവരെ ഒഴിവാക്കിയപ്പോഴും ഇവിടെ അതല്ല ചെയ്തത്. ഇവിടെ 7ാം ക്ലാസ് വിദ്യാഭ്യാസമുള്ള ആളുകൾക്ക് 10ാം ക്ലാസ് വരെ വിദ്യാഭ്യാസം കൊടുത്ത് സാക്ഷരതാ മിഷൻ വഴി അവർക്ക് എല്ലാ രീതിയിലുള്ള വിദ്യാഭ്യാസം നൽകുന്നു. അവർക്ക് കമ്പ്യൂട്ടർ പരിജ്ഞാനം സർക്കാർ കൊടുക്കുന്ന സാഹചര്യം ഉണ്ടായി. ഉന്നത വിദ്യാഭ്യാസം അവർക്ക് വേണം എന്ന് അവർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതിനുള്ള സാഹചര്യം ഒരുക്കുന്ന സാഹചര്യം ഉണ്ടായി. അങ്ങനെ ഈ സർക്കാർ ആശാ വർക്കർമാർക്ക് ഒപ്പം തന്നെ നടന്നു നിൽക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത്. പിന്നെയും എന്തിനാണ് ആശാ വർക്കർമാർ സമരം ചെയ്യുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആശാ വർക്കർമാരുടെ സമരം പകല് പോലെ വ്യക്തമാണ്. രാഷ്ട്രീയമാണ് അതിൽ നിറഞ്ഞു കാണാൻ സാധിക്കുന്നത്. കേന്ദ്ര സർക്കാർ കഴിഞ്ഞ സാമ്പത്തിക വർഷം അവർ നൽകാനുള്ള ഇൻസെന്റീവ് നൽകിയിട്ടേ ഇല്ല. കേന്ദ്ര സർക്കാർ ഈ ആശാ വർക്കർമാരോട് തികഞ്ഞ അവഗണനയാണ് കാണിക്കുന്നതെന്ന് മനസ്സിലാക്കിയിട്ടും കേന്ദ്ര സർക്കാരിനെതിരെ ഒരു അക്ഷരം പോലും അവിടെ സമരം ചെയ്യുന്ന സമരത്തിന്റെ മുൻനിര പോരാളികൾ എന്ന് പറയുന്ന ഒരാൾ പോലും നടത്തുന്നില്ല എന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. മാത്രമല്ല കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി സമരപ്പന്തലിലേക്ക് വരുന്നു. ഒരു ഘട്ടത്തിൽ പോലും സുരേഷ് ഗോപിയോട് ഇവർ കേന്ദ്രം നൽകാനുള്ള തുക നൽകണമെന്ന് ആവശ്യപ്പെടുന്ന പോലുമില്ല. ഏകദേശം 600 കോടിയോളം രൂപ ഈ ഇനത്തിൽ കേന്ദ്ര സർക്കാർ സംസ്ഥാന സർക്കാരിന് കൊടുക്കാനുണ്ട്. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ തെളിവുകളും വീണ ജോർജ് സഭയ്ക്ക് മുമ്പിൽ വെച്ചിട്ടുമുണ്ട്. എല്ലാ കത്തുകളും, അതായത് നാഷണൽ മിഷന് സ്റ്റേറ്റ് മിഷൻ അയച്ച കത്തും, അതുപോലെ തന്നെ കേന്ദ്ര ആരോഗ്യ വകുപ്പ് മന്ത്രിക്ക് അയച്ച കത്തും, കേന്ദ്ര ആരോഗ്യ സെക്രട്ടറിക്ക് അയച്ച കത്തും, ഇതൊക്കെ നമ്മുടെ സഭയിൽ കാണാൻ കഴിയുന്നുണ്ട്. ആ കത്തിലൊക്കെ എന്താണ് പറയുന്നത്? 5 പൈസ പോലും ഈ ഇനത്തിൽ കേരളത്തിന് നൽകിയിട്ടില്ല എന്ന് തന്നെയാണ് കേന്ദ്രം പറയുന്നത്. എന്നിട്ടും അവിടെ ആശാ വർക്കർമാരെ വെച്ച് സമരം നടത്തുന്നു. മാധ്യമങ്ങൾ വളരെ പ്രാധാന്യത്തോടെ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നു. ഇത്തരം ഫാക്ടുകൾ ഒരു മാധ്യമവും പറയുന്നില്ല. കാരണം മാധ്യമങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് BJPയും അതുപോലെ തന്നെ UDFും വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പിൽ കേരളം പിടിക്കാനുള്ള ഒരു കുതന്ത്രമാണ് അവർ പയറ്റിക്കൊണ്ടിരിക്കുന്നത്. ഒരിക്കലും ഇനി UDFന് ഒറ്റയ്ക്ക് കേരളം പിടിക്കാൻ കഴിയില്ല എന്ന് അവർ മനസ്സിലാക്കിയപ്പോൾ അവർ BJPയുമായി ബന്ധത്തിലാകുന്നു. അവർ BJPയുമായി ഇതങ്ങനെ കൂടിച്ചേർന്നുകൊണ്ട് കേരളം പിടിക്കാനുള്ള ശ്രമം നടത്തുന്നു. ഇപ്പൊ നോക്കൂ, അംഗനവാടി ടീച്ചർമാരുടെ, അംഗനവാടി ജീവനക്കാരുടെ സമരം കൂടി നടക്കുന്നു. വരും ദിവസങ്ങളിൽ ഇത്തരത്തിൽ പല ആളുകളെയും അവിടെ കൊണ്ടുവന്ന് സമരം നടത്താനുള്ള സാധ്യതയുണ്ട്. ഈ സമരത്തിൽ വന്നിരിക്കുന്ന ആളുകളുടെ ഒരു പ്രത്യേകത ഒന്ന് പരിശോധിച്ച് നോക്കും, അവരുടെ രാഷ്ട്രീയം പരിശോധിച്ച് നോക്കും. ഒന്നല്ലെങ്കിൽ അവർ സ്വാഭാവികമായും BJPക്കാരായിരിക്കും,
ആയിരിക്കും, അല്ലെങ്കിൽ അവർ കോൺഗ്രസ്സുകാരായിരിക്കും, അല്ലെങ്കിൽ UDF ഏതെങ്കിലും ഘടകകക്ഷിയിൽപ്പെട്ട ആളുകളായിരിക്കും, അല്ലെങ്കിൽ BJP ഈ പറയുന്ന പോലെ ഏതെങ്കിലും ഘടകകക്ഷിയിൽപ്പെട്ട ആളുകളായിരിക്കും. സ്വാഭാവികമായും അവിടെ ഇതൊരു വേറെ യഥാർത്ഥത്തിലുള്ള എന്തെങ്കിലും ആവശ്യങ്ങൾ നടപ്പിലാക്കി എടുക്കാൻ വന്ന ഒരു അല്ലെങ്കിൽ നടത്തിയ സമരമാണെന്ന് വിശ്വസിച്ച് വന്നവരൊക്കെ പോയിരിക്കുന്നു. കേന്ദ്ര സർക്കാരാണ് പൂർണ്ണമായിട്ടുള്ള അവഗണന കാണിക്കുന്നതെന്നും കേന്ദ്ര സ്കീം ഒരിക്കലും സംസ്ഥാന സ്കീമാക്കി മാറ്റാൻ പറ്റില്ല എന്നും മനസ്സിലാക്കിയ ആളുകൾ ചോദ്യം ചെയ്തുകൊണ്ട് തന്നെ പോയിരിക്കുന്നു. ഇപ്പൊ തന്നെ ഞാൻ ഒരു വീഡിയോ പ്ലേ ചെയ്യാം. അവിടെ സംസാരിക്കുന്ന ഒരു ആശാ പ്രവർത്തകയാണ്, കേന്ദ്രത്തെ പറ്റി സംസാരിക്കുന്നു. അവർ പറയുന്നു കേന്ദ്രം 5 പൈസ തന്നാൽ 10 രൂപയുടെ പണിയെടുക്കേണ്ടി വരും എന്ന് പറയുന്നു. അതുപോലെ തന്നെ പട്ടിപ്പണി എടുപ്പിക്കുകയാണ് കേന്ദ്രം എന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത്. അപ്പോൾ അവിടെ എന്താണ് സംഭവിക്കുന്നത് നമുക്ക് നോക്കാം. അവിടെ ആ മൈക്ക് മേടിച്ചെടുക്കുന്നു, മനസ്സിലായോ? മൈക്ക് മേടിച്ചിട്ട് കേന്ദ്രത്തിനെതിരെ സംസാരിക്കാൻ പാടില്ല. സമയത്ത് കേന്ദ്ര സർക്കാരോട് വന്നപ്പോ ഫിക്സഡ് ഇൻസെന്റീവ് 2000 രൂപ തന്നു. ആ 2000 രൂപയ്ക്ക് തന്ന പണി ആശമാർക്ക് അറിയാം, ഈ കാണുന്ന ആളുകൾക്ക് അറിയാം. 2000 രൂപയ്ക്ക് കേന്ദ്രം തന്ന ഇൻസെന്റീവിന് തന്ന പണി അറിയാം. വേണ്ട, അടുത്ത 1000 രൂപ കേന്ദ്രം ഇപ്പൊ തന്നിട്ടുണ്ട്. അതിനെന്തെല്ലാം പണിയുണ്ട്, നമുക്ക് എന്തെല്ലാം പണിയുണ്ട്. അതിനാണ് ഈ കിടക്കാത്തവരെയും കിടക്കവരെയും എണീച്ചിരുത്തുന്നവരെ ഒക്കെ നമ്മൾ സർവേ ചെയ്ത് വേറെ റിപ്പോർട്ട് കൊടുക്കുന്നത്. ഇപ്പൊ കേന്ദ്രം തന്നില്ല എന്ന് പറഞ്ഞോ. കേന്ദ്രം തന്നെ 5 പൈസക്ക് 10 രൂപയുടെ പണി നമ്മൾ എടുക്കണം. അതുകൊണ്ട് നമുക്ക് 7000 തികയില്ല. ഈ 7000 രൂപ നമുക്ക് തികയില്ല എന്നുള്ള ഒരു സാധാരണ ഒരു പൗരന്റെ ആവശ്യം, സാധാരണ കുടുംബം പുലർത്തിക്കൊണ്ട് പോകുന്ന പൗരന്റെ ആവശ്യം മാത്രമാണ് നമ്മൾ പറയുന്നത്. അതുകൊണ്ട് നമുക്ക് ഈ 7000 രൂപ 21000 രൂപയാക്കി കിട്ടണമെന്ന് മാത്രമാണ് നമ്മുടെ ഡിമാൻഡ്. ഇവർക്ക് ആവശ്യം ഇൻസെന്റീവ് ആണ്. ഇൻസെന്റീവ് വർദ്ധിപ്പിക്കുമ്പോൾ സ്വാഭാവികമായും സ്റ്റേറ്റ് കൊടുക്കുന്ന ഓണറേറിയം വരുമ്പോൾ ഇവർ ഉദ്ദേശിക്കുന്നത് പോലെ ഒരു 21000 രൂപയിലേക്കൊക്കെ എത്തിപ്പെടാൻ കഴിയും. പക്ഷെ എന്നിട്ടും കേന്ദ്രത്തിനെതിരെ സംസാരിക്കാതെ സംസ്ഥാന സർക്കാരിനെതിരെ മാത്രം സംസാരിച്ചുകൊണ്ട് ഇവർ ഇപ്പോൾ ഒരു പുകമറ സൃഷ്ടിച്ചുകൊണ്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു നീക്കങ്ങൾ അത് വരാൻ പോകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലും നിയമസഭാ ഇലക്ഷനിലും UDF-നെയും BJP-യെയും സംരക്ഷിക്കാൻ വേണ്ടി മാത്രമാണ് എന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയും. അതായത് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിന് ചില പ്രത്യേകതകൾ കൂടിയുണ്ട്. എന്താണ് ആ പ്രത്യേകത? അതായത് ഇനി ഒരു ടേം കൂടി ഇവിടെ LDF അധികാരത്തിൽ വന്നാൽ പിന്നെ കോൺഗ്രസ് ഇല്ല എന്ന് കോൺഗ്രസിന് അറിയാം. BJP-യുമായി അതുകൊണ്ട് കൂട്ടുപിടിക്കുകയാണ്. BJP-യുമായി കൂട്ടുപിടിച്ചാൽ മാത്രമാണ് ഇനി ഇവിടെ അവർക്ക് അധികാരത്തിൽ വരാൻ പറ്റുകയുള്ളൂ അവർക്കൊരു കാര്യം മനസ്സിലായിരിക്കുന്നു. കാരണം കോൺഗ്രസിലുള്ള പല ആളുകളും BJP-യിലേക്ക് പോയി കഴിഞ്ഞു. കോൺഗ്രസിന്റെ പല പ്രമുഖ നേതാക്കളുടെ മക്കളൊന്നും BJP-യിലാണ്. പത്മജ വേണുഗോപാൽ, അനിൽ കെ ആന്റണി, ഇവരൊക്കെ അവിടെയാണ്. അപ്പൊ അതുകൊണ്ട് സ്വാഭാവികമായും ഇനിയുള്ള തിരഞ്ഞെടുപ്പുകളെ നേരിടേണ്ടത് ഇങ്ങനെയാണെന്ന് അവർ മനസ്സിലാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് CPM, LDF കരുതിയിരിക്കേണ്ടതുണ്ട്. കാരണം നുണ വാർത്തകൾ കൊണ്ട് അവർ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ശ്രമങ്ങൾ ഒരുപാട് നടത്തും. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതാണ്. പ്രതിപക്ഷവും BJP-യും നടത്തുന്നതിനേക്കാൾ വലിയ കുപ്രചരണങ്ങളാണ് മാധ്യമങ്ങൾ നടത്തുന്നത്. മാധ്യമങ്ങളെ കൊണ്ട് നടത്തിക്കുന്നതെന്ന് പറയാനാണ് എനിക്ക് ആഗ്രഹം. സുനിൽ കനകോലു ഒക്കെ ഇവിടെ ചാർജ് എടുത്തതിൽ പിന്നെ പല രീതിയിൽ കനകോലു തന്ത്രങ്ങൾ നെയ്തുകൊണ്ട് ഗുജറാത്തിലും അതുപോലെ തന്നെ UP-യിലുമൊക്കെ BJP-ക്ക് വേണ്ടി സുനിൽ കനകോലു ഒരുക്കിയ പല തന്ത്രങ്ങളും ആ തന്ത്രങ്ങൾ ഇവരെ അധികാരത്തിൽ കൊണ്ടുവരാൻ വേണ്ടിയും നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ഒരു നുണ തന്നെ 10,000 മടങ്ങ് ആവർത്തിച്ചുകൊണ്ട് വാട്സപ്പിലൂടെയും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെയും ഒക്കെ പ്രചരിപ്പിച്ച് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുക എന്ന സുനിൽ കനകോലുവിന്റെ തന്ത്രമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും സെക്രട്ടേറിയറ്റിന് മുമ്പിൽ വരും ദിവസങ്ങളിലും വലിയ രീതിയിലുള്ള പല പ്രക്ഷോഭങ്ങളും പ്രതിഷേധങ്ങളും സമരങ്ങളും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും. നോക്കൂ, ഇപ്പൊ ഈ സമരത്തിന് വന്നിരിക്കുന്ന ആളുകളിൽ പല ആളുകളും കൊഴിഞ്ഞു പോകുമ്പോൾ എങ്ങനെയാണ് ആ സമരം തകർന്നു പോകാതിരിക്കാൻ വേണ്ടി BJP-യും കോൺഗ്രസും ശ്രമം നടത്തുന്നത്? അവരുടെ അണികളെ വിടുന്നു, അവർക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് പോകുന്നു. മാത്രമല്ല അവിടേക്ക് ചെല്ലുന്ന ആളുകൾ പറയുന്നത് മുഴുവൻ രാഷ്ട്രീയമാണ്. കേന്ദ്ര സർക്കാരിനെതിരെ ഒരു അക്ഷരം മിണ്ടാതെ അവർ സംസാരിക്കുന്നു. ഇപ്പൊ സുരേഷ് ഗോപി അവിടെ വന്നിട്ട് പോയി. സുരേഷ് ഗോപി അവിടെ വന്നപ്പോൾ ചില ആശാവർക്കർമാർ, ഇതിപ്പോ അവിടെ നിന്ന് വിട്ടുപോയ പല ആശാവർക്കർമാരും പറഞ്ഞത് കേന്ദ്രത്തിന്റെ ഇനി ഉത്തരവുമായി വന്നാൽ മതി, ഞങ്ങളുടെ ഇൻസെന്റീവ് വർദ്ധിപ്പിക്കുമെന്ന നദ്ധ പറഞ്ഞ ആ ഉത്തരവുമായി വന്നാൽ മതി എന്ന് പറഞ്ഞു. ഇന്ന് അവരാരും അവിടെ സമരപ്പന്തലില്ല. അപ്പോ സ്വാഭാവികമായും ഈ സമരവുമായി ബന്ധപ്പെട്ട് ഇത്രയും ദിവസമായല്ലോ സമരം നടക്കുന്നത്. ഈ സമരവുമായി ബന്ധപ്പെട്ട് ഈ ആശാവർക്കർമാർ ഇത്രയും ദിവസത്തെ അവിടെ സമരത്തിന് വരുമ്പോൾ സ്വാഭാവികമായിട്ട് അവർക്ക് ചില ചിലവുകളുണ്ട്. ആ ചിലവുകൾ ആരാണ് വഹിച്ചത് എന്ന് കണ്ടെത്തേണ്ടതുണ്ട്. അവർക്ക് പല രാഷ്ട്രീയപരമായിട്ടുള്ള പല സഹായങ്ങളും ലഭ്യമാകുന്നുണ്ട്. ഇത് നേരത്തെ തന്നെ മെനഞ്ഞെടുത്ത ഒരു നീക്കമാണ്. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിയുന്നതോടുകൂടി തന്നെ സ്വാഭാവികമായും ഈ ഒരു സമരം അവിടെ നിന്ന് പോകും എന്ന കാര്യം നമുക്കറിയാം. അതുവരെ അതിനെ പിടിച്ചു നിർത്തേണ്ടത് BJP-യുടെയും കോൺഗ്രസിന്റെയും അജണ്ടയാണ്. എന്തായാലും ഈ അജണ്ടകളൊന്നും അങ്ങനെ അത്ര വലിയ രീതിയിലൊന്നും ക്ലച്ച് പിടിക്കാനുള്ള ഒരു സാധ്യതയും കാണുന്നില്ല. വ്യാജ വാർത്തകൾ പൊളിച്ചടക്കാൻ ഇവിടെ
മാധ്യമങ്ങൾ എന്തായാലും മുൻകൈ എടുക്കില്ല എന്നറിയാം. അതുകൊണ്ട് എന്തായാലും LDF-ന്റെ സഖാക്കളൊക്കെ സജീവമായി തന്നെ രംഗത്തേക്ക് വരും ദിവസങ്ങളിൽ വന്നുകൊണ്ട് സോഷ്യൽ മീഡിയ വേണ്ട രീതിയിൽ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കൈകാര്യം ചെയ്ത് ഇത്തരം നുണകൾ പൊളിച്ചടക്കുന്നത് എന്തുകൊണ്ടും നല്ലതായിരിക്കും. വരാൻ പോകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും LDF നേരിടാൻ പോകുന്ന ഏറ്റവും വലിയ കനത്ത വെല്ലുവിളി എന്ന് പറയുന്നത് വ്യാജ വാർത്തകൾ സൃഷ്ടിക്കുന്ന പല പ്രതിസന്ധികളുമാകും. ആ വ്യാജ വാർത്തകളെ പ്രതിരോധിക്കാൻ കഴിഞ്ഞാൽ പിന്നെ എല്ലാം ഈസിയാണ്. UDF-ഉം BJP-യും വ്യാജ വാർത്തകൾ പ്രചരിപ്പിച്ചുകൊണ്ട് LDF സർക്കാരിനെ താഴെയിറക്കാൻ ശ്രമം നടത്തുമ്പോൾ അത് എത്രത്തോളം സക്സസ് ആവുമെന്നൊക്കെ ചോദിച്ചാൽ ഒരു സാധ്യതയുമില്ല, പ്രത്യേകിച്ച് കേരളത്തിൽ എന്ന് മാത്രമേ പറയാനുള്ളൂ എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്.